ഇവിടെ ഇവന് കല്യാണം കഴിഞ്ഞ 5 വർഷമായിട്ടും വീട്ടിലേക്ക് വന്ന മരുമകൾ പ്രസവിക്കാത്തതുകൊണ്ട് ഇവന്റെ വീട്ടുകാരെല്ലാം സങ്കടത്തിലായിരിക്കും. പക്ഷെ ഇവർക്ക് കുഞ്ഞുണ്ടാവാത്തതിന് കാരണം ഹീറോനായിരിക്കില്ല. മെഡിക്കലായിട്ട് ഹീറോന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കയ്യിൽ കുറച്ച് കാശുണ്ടാക്കിയ ശേഷം മാത്രം ഒരു കുട്ടി മതി എന്ന് ഹീറോ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ തമ്മിൽ ഫിസിക്കലായിട്ട് ബന്ധപ്പെടുമ്പോഴെല്ലാം സേഫ്റ്റി യൂസ് ചെയ്യുന്നുണ്ടാവും. അതേസമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കുന്നവന്റെ വീട്ടിലെ അമ്മൂമ്മയാണെങ്കിൽ ഹീറോനോട് കാലാകാലങ്ങളിൽ കുഞ്ഞുണ്ടായില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഹീറോ ആണെങ്കിൽ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണ്. സേഫ്റ്റി യൂസ് ചെയ്ത് ഹീറോന് തൊടുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് ഹീറോ പ്ലാൻ ചെയ്ത പോലെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഹീറോനാണെങ്കിൽ പ്രഗ്നന്റ് ആവുകയാണ്. വീട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ഹീറോന്റെ ഫേസിൽ മാത്രം സങ്കടമായിരിക്കും. കാരണം ഇവൻ എല്ലാ തവണയും സേഫ്റ്റി യൂസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റിലാണ് മിസ്റ്റേക്ക് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. സോ ഹീറോ ആണെങ്കിൽ അവൻ യൂസ് ചെയ്ത പാക്കറ്റും കൊണ്ട് നേരെ അവന്റെ ഫ്രണ്ടായ വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ആ കമ്പനിയുടെ മേലെ കേസ് ഫയൽ ചെയ്യണമെന്ന് പറയും. അങ്ങനെ കോടതിന്റെ കേസാണെങ്കിൽ കോടതിയിലേക്ക് എത്തും. അതേസമയത്ത് ആ കേസ് കാണുന്ന ജഡ്ജി വരെ ഷോക്ക് ആവാണ്. ഇവന്റെ ഈ കേസാണെങ്കിൽ ന്യൂസിൽ തീ പോലെ പകരുന്നുണ്ടാവും. ഇതിനിടയിൽ ഹീറോനാണെങ്കിൽ ഇവന്റെ മേലെ ദേഷ്യപ്പെട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകും. അതേസമയത്ത് ഈ സൈഡ് ഹീറോ ആണെങ്കിൽ ഞാൻ ഈ സേഫ്റ്റി യൂസ് ചെയ്താണ് എന്റെ വൈഫിന്റെ കൂടെ റിലേഷൻ ഏർപ്പെട്ടത്. പക്ഷെ അപ്പോഴും എന്റെ വൈഫ് പ്രഗ്നന്റ് എന്ന് പറയാണ്. അതുകൊണ്ട് നീ കുഞ്ഞിനെ വളർത്താനുള്ള മുഴുവൻ പൈസയും കമ്പനി തരാമെന്ന് പറഞ്ഞ് ഹീറോ കോർട്ടിൽ ആവശ്യപ്പെടും. അതേസമയത്ത് ഹീറോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവൾക്കും ഇവന്റെ കുഞ്ഞിനും വേണ്ടിയെന്ന് മനസ്സിലാക്കുന്ന ഹീറോനാണെങ്കിൽ കോടി ഒന്ന് സാക്ഷി പറയും. എന്റെ ഹസ്ബൻഡ് ഈ കമ്പനിയുടെ സേഫ്റ്റി യൂസ് ചെയ്തുകൊണ്ടാണ് എന്റെ കൂടെ റിലേഷനിൽ ഏർപ്പെട്ടത് പറഞ്ഞ് അതിന്റെ വാങ്ങിച്ച ബില്ലെല്ലാം കാണിക്കുകയാണ്. അങ്ങനെ ഹീറോന്റെ എല്ലാ എവിഡൻസും സബ്മിറ്റ് ചെയ്യും. അങ്ങനെ അവസാനം ഹീറോ കേസ് ജയിക്കുകയാണ്. അവസാനം ഇവന് നഷ്ടപരിഹാരമായിട്ട് പൈസയും കിട്ടും. ഹീറോനും ട്വിൻസിനെ പ്രസവിക്കുകയാണ്. പക്ഷെ ഇവിടെ ട്വിസ്റ്റായിട്ട് ആ കമ്പനിയുടെ മേലെ ഒരു തെറ്റും ഉണ്ടാവില്ല. ആക്ച്വലി ഇവന്റെ വീട്ടിലെ അമ്മൂമ്മയായിരിക്കും ഒരു കുഞ്ഞിക്കാലാണ് വേണ്ടി ഇവൻ യൂസ് ചെയ്ത സേഫ്റ്റി യൂണിറ്റ് ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ നിങ്ങൾ ഇതുപോലെ കേസ് കൊടുക്കണമെങ്കിൽ ഏത് കമ്പനിയുടെ മേലെ കൊടുക്കുന്ന കമന്റ് ചെയ്യുക.